മോമത്തിരിക്കുന്നതൊക്കെ ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാഴ്ച തന്നെയാണ് അത്. ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടി ഉള്ളതാണ് കേട്ടോ. ഞങ്ങളോട് കേട്ടോ ഞങ്ങളോട് കേട്ടോ മോമത്തിരിക്കുന്നതൊക്കെ കയറി നോക്കിയാൽ മതി. ഓക്കെ അത് മറ്റേ ഇലക്ട്രിക്കിന് വണ്ടിയാണ്. ഗൈസ്, നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയ പാലക്കയം തട്ട് എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ഈ പാലക്കയം തട്ട്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു അന്യായ വ്യൂ തന്നെ നമുക്ക് കിട്ടും. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മല്ലു കിക്സ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവഞ്ചാൽ EDC ഗൈസ്, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ രക്ഷയില്ലാട്ടോ ഗൈസ്, എന്നാ വൈബാല്ലേ. കണ്ടോ ഗൈസ്, ഒരു കൊച്ചു ക്രിസ്ത്യാനി പള്ളിയുടെ കുരിശടി ഉണ്ടോ, താഴെ ഒരു ചെറിയൊരു വള്ളം, അതിൻ്റെ മുകളിൽ നമ്മുടെ യേശു ക്രിസ്തു. ചെറിയ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കിയതാ. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം തന്നെയല്ലേ. നമുക്ക് ഈ വണ്ടി എടുത്ത് അതിൻ്റെ മണ്ടയിൽ കയറ്റി വെച്ചാലോ, സുഖമായിട്ടങ്ങ് പോവാം. ആ പഴയ പ്രൗഢി എന്ന് പറഞ്ഞാൽ അതൊരു പ്രൗഢി തന്നെയല്ലേ ഗൈസ്. സാധനം കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ കൊക്കോയുടെ ഉള്ളിലെ കുരു കണ്ടോ. നമ്മുടെ റബ്ബർ ഷീറ്റ് കണ്ടോ, റബ്ബർ ഷീറ്റ് താഴേക്ക് അണ്ടി കിടക്കുന്നുണ്ടോ. നമ്മുടെ പറങ്ങാണ്ടി സീസൺ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക വണ്ടിയിലോട്ട് കണ്ടോ. ഗൈസ്, ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളൊരാളെ പരിചയപ്പെട്ടു എന്നല്ല, ഞങ്ങളെ കണ്ടിട്ട് കൊണ്ട് വണ്ടി നിർത്തിയതാട്ടോ. ആളൊരു സത്യം പറഞ്ഞാൽ ഒരു യാത്രാപ്രേമിയാണ്. അപ്പോൾ ആളുടെ വീട്ടിലേക്ക് നമ്മൾ പോയി. അപ്പോൾ അവിടെ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മുടെ ലഗേജൊക്കെ നമ്മളവിടെ ഊരി വെച്ചു. ഒരു ദൈവദൂതനെ പോലെ ഞങ്ങൾക്ക് കൊണ്ട് തന്ന ഒരാളാട്ടോ. അടിപൊളി എന്തായാലും ആള്. അപ്പോൾ നമ്മൾ അവിടെ ബാഗും കാര്യങ്ങളൊക്കെ സേഫായിട്ട് വെച്ചിട്ട് നമ്മൾ നമ്മുടെ പാലക്കയം തട്ടിലോട്ടുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ ആളുടെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് 4.3 കിലോമീറ്റർ നമ്മൾ നേരെ ഇനി പോകുന്നത് പാലക്കയം തട്ടിലേക്കായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ പാലക്കയം തട്ടിലേക്കുള്ള യാത്ര തുടരാം. പോയല്ലോ ഗൈസ്, പോയേക്കാം. വാ, ഒരു കൊച്ചൊരു ടൗണാണ് കേട്ടോ. ഒരു ചോദിച്ചിട്ടും കൂടെ പോയേക്കാം. ഇവിടെ പാലക്കയം തട്ട് പോകാൻ എളുപ്പമോ? നേരോട്ടായി. ഓക്കെ. നമ്മുടെ ചേട്ടൻ പറഞ്ഞാൽ നേരെ വിട്ടോളാണ്. അയ്യോ, കെസറ്റിക്ക് വരുന്ന വരവുണ്ട്. മനസ്സിലേ ഗൈസ്, നമ്മളങ്ങനെ NH റോഡിൽ നിന്ന് നമ്മൾ ചെറിയ റോഡിലേക്ക് കയറി. കണ്ടോ, രണ്ട് സൈഡും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ചെറിയ റോഡാണ് കേട്ടോ ഈ പോകുന്നത്. ഈ പോകുന്ന വഴിക്കിന് വലിയ റോഡാവുമെന്ന് അറിയില്ല. അപ്പോൾ അടുത്തൊരു ബോർഡൊക്കെ പോകണം. പാലക്കയം തട്ട് 3 കിലോമീറ്റർ മാക്സ്. ഗൈസ്, ഈ ഒരു വീട് കണ്ടോ, പഴയ വീടാട്ടോ, പൊളിഞ്ഞാന്ന് തോന്നുന്നു. കടയാട്ടോ, വീടല്ല. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ, അത് നമ്മുടെ മുണ്ടക്കയം ഭാഗത്തൊക്കെ
ഈ ഒരു സീനറി ആട്ടോ. റോഡും കാര്യങ്ങളൊക്കെ കുറച്ച് അതേപോലെയൊക്കെ ഉണ്ട്. രക്ഷയില്ല കേട്ടോ. നമുക്ക് അതേ ഒരു വൈബ് കിട്ടുന്നുണ്ട്. റബ്ബർ തൈകൾ ഇരിക്കുന്നുണ്ടോ രണ്ട് സൈഡും? നല്ല പച്ച ഇലയാണ്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇവിടത്തെ ഇവിടെയൊക്കെ 5 കിലോമീറ്ററായോ? അതൊക്കെ ഒരു കൃഷി പിടിച്ച സ്ഥലമാട്ടോ കൈ. ദൈവം കൈസ് അതുകൊണ്ടോ നമ്മളെ ലോഡൊക്കെ ഇറക്കി വെച്ചാൽ എന്തായാലും നന്നായി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ 8-10 പറഞ്ഞ് കയറിയാണ്. എന്നാ രസം നോക്കിയ കൈ. പച്ചല തിന്നാത്തോണ്ട് ഭാവം ഉണക്ക ഇലയൊക്കെ തിന്നോണ്ട് ഇപ്പോൾ കേട്ടോ കൈ. അമ്മച്ചി ഉണ്ട് അതേ മുകളിൽ. എന്താ ഉണങ്ങിയല ഇരിക്കുന്നത്? ഉണങ്ങിയല പച്ചല തിന്നൂലേ? ഓ പച്ചല തിന്നാലേ തൊണ്ട കുടുങ്ങുന്നാ പറഞ്ഞ കൈ. അമ്മച്ചി സത്യം പറഞ്ഞാൽ പച്ചല പറിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നോക്കിയിരിക്കാനുള്ള സമയമൊന്നും നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങൾക്കൊന്നും ഇല്ല. അതുകൊണ്ട് ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ. പൊളിയല്ലേ നോക്കിയാൽ നമ്മുടെ റാമ്പോ കയറി അങ്ങ് പറക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചു വന്നിട്ട് നമുക്ക് ചെയിനൊന്ന് മുറിക്കാനുണ്ട് കൈ. ഇവിടെ ഒരു യു ക്ലബ് ആണെന്ന് തോന്നുന്നു. ഇതാ കൈ ഷീട്ടാനാട്ടോ. അപ്പം ഇങ്ങോട്ടൊക്കെ വരുന്നവരൊക്കെ ശ്രദ്ധിച്ച് വേണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇലയുടെ കളറൊക്കെ ഉണ്ട് കൈ. അതേപോലെ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് നൂട്ടടിച്ചാൽ മതി. ഇതുണ്ടോ അതേപോലെ. ഈ മാങ്ങയൊക്കെ കിടക്കുന്ന നല്ല അടിപൊളി മാങ്ങയാണ് കേട്ടോ. താഴത്തോട്ടൊരു വ്യൂ ഉണ്ട് ഗായ്സ്. ഞാൻ കാണിച്ചു തരാം. ടിസ്റ്റ് കളയുന്നില്ല. പാലക്കയം തൊട്ട് എന്നെ പോലെ 700 മീറ്ററാണ് കാണിച്ചത്. കുറച്ച് മുമ്പ് കാണിച്ചത് 5 കിലോമീറ്ററിന്. അവിടെ നോക്കിയാൽ നമുക്ക് കാണാം. അതുണ്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഗായ്സ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു വ്യൂ ഉണ്ട്. അതൊരു രക്ഷയില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് മുകളിൽ കാണാം. നമുക്ക് അങ്ങോട്ടായി പോയി പോകും. പോയി ഇങ്ങനെ കയറി പോകാൻ പറ്റും. ഇവിടെ മാലിന്യം വലിച്ചെറിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ എന്തായാലും കുപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കലും ഉപേക്ഷിക്കില്ല കേട്ടോ. നമ്മുടെ പ്രകൃതിയെ ഒരിക്കലും നശിപ്പിക്കാനുള്ളൊരു ഇത് കാണിക്കരുത്. കാരണം നമുക്ക് അടുത്ത തലമുറയ്ക്ക് നമുക്ക് ആകെ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രകൃതി മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കളും വരുമ്പോൾ അവരും കണ്ട് ആസ്വദിക്കട്ടെ. എൻ്റെ മോൻ ഇത് കണ്ടോ ഗായ്സ്? ഒരു രക്ഷയില്ല. താഴത്തേക്കുള്ള വ്യൂ നോക്കി. ഞാനിങ്ങനെ വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ മാറ്റാനും മുട്ടാനും തരുക. അതുണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ സ്ഥലം. അത് നമ്മുടെ പാലക്കയം തൊട്ട് കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. വൈഡാ ഒരുമാതിരി ചുമ്മൽ പിടിച്ചോളുണ്ട് ഗൈസ്. ഏറ്റവും കാണാനൊന്നും വയ്യ. വെറുതെ അല്ല, റോഡിൽ കൂടെ ഓടി ശീലമായി. പാവം. മൂക്കുട്ടി വണ്ടി പുറകോട്ട് വലിച്ചതാണ്. പക്ഷേ ആളാ കൂട്ടത്തിൽ പോയി പുറകിൽ അടിച്ചുകൊണ്ട് വീണു. ആ ആ ആ ആ എന്നാ പറ്റിയുണ്ട്. ആ അത് അവിടെ ഒരു കിണർ പോലത്തെ ഒരു കുഴിയുണ്ടോ? ഉണ്ട് ഗൈസ്. ഇത് കാണുന്നുണ്ടോ? എന്തൊരു വെള്ളം
നിന്നേണ്ടൊക്കെയാന്ന് തോന്നുന്നു. ആട്ടുമുട്ടികൾ നല്ല അടിപൊളിയായിട്ട് ഇന്ന് പുല്ലൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. ഉണ്ട് ചക്ക ഉണ്ടോ കൈ? ഇഷ്ടംപോലെ ചക്കയാട്ടോ, ചക്ക സീസണൊക്കെ. അത് ഇവിടെ നമ്മളെ പറഞ്ഞാണ്ടി എത്ര കൊലയാട്ടോ, ഇഷ്ടം പോലെയാണ്. അറക്കലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ പാലക്കയം തട്ടിലോട്ട് പോരാ കേട്ടോ, ഇഷ്ടം പോലെ ഇവിടെ. പിന്നെ ചളിക്കടി പറിച്ചേക്കല്ലേ, ആൾക്കാരൊക്കെ ചോദിച്ച് അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പറിക്കാവുള്ളൂ കേട്ടോ. നമ്മുടെ പാലക്കയം തട്ടിലോട്ട് ഇത് വലിയൊരു പാറമുണ്ട്. ആ പാറയുടെ കാഴ്ചയൊക്കെയാണ് ഇങ്ങനെ കയറി പോകാം. ചെറിയൊരു തണുപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു മല കയറി നമ്മളൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് പാലക്കയം തട്ട് കേട്ടോ. പാലക്കയം തട്ട് എന്ന് പറയും ഈ സ്ഥലത്തിന്. ഈ സ്ഥലത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ടൗണിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. പക്ഷേ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ഇവിടെ എത്തി കഴിയുമ്പോൾ നല്ല തണുത്ത കാറ്റും. പറയുമ്പോൾ തന്നെ എൻ്റെ മുടി കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല കാറ്റ്, നല്ലൊരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാണിച്ചറിയാം ബാ. ഈ കാണുന്നുണ്ടോ ഗൈസ്? ഇതുണ്ടോ? ഇതാണ് നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ഗൈസ്. അതുപോലെ അതുണ്ടോ, അവിടെ ഒരു പാറയുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല വ്യൂവും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഞങ്ങളവിടെ കയറി വരുമ്പോൾ ഞങ്ങളവിടെ വണ്ടി വെച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർത്തത് നമുക്ക് മുകൾ ഭാഗത്ത് വന്നിട്ട് അതിൻ്റെ ടോപ്പ് വ്യൂവിൽ വന്നിട്ട് നമുക്ക് തിരിച്ചു പോയി നോക്കാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് കേട്ടോ. കാറ്റടിക്കുന്നുണ്ടോ? എന്നെ രസത്തെ കാണിച്ചു തരാം. അതൊക്കെ ഇതുണ്ടോ? ആ, ഞങ്ങളുടെ ഉമ്മക്കുട്ടിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. എനിക്ക് പറയാനില്ല, ഞാൻ എന്തെങ്കിലും കാട്ടുമ്പോ ഇപ്പൊ ഉണ്ടാവും ക്യാമറ തിരിച്ചെളിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആള് പറയുന്നത് കേട്ടോ. നമ്മുടെ ചെക്കനൊക്കെ ഇതൊക്കെ അടിപൊളിയാക്കി ഇങ്ങോട്ട് മാറിക്കിട് കേട്ടോ. ഇവിടെ മോളി വന്നതിൻ്റെ സന്തോഷം കേട്ടോ. അടിപൊളി. അതൊക്കെ വണ്ടിയുടെ ഒരു സൈഡ് വ്യൂ അങ്ങ് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, അടിപൊളിയല്ലേ? നോക്കി ഞാൻ മോനെ. അപ്പോൾ ജസ്റ്റ് ഒരു പൊടിമഴയൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ അതേ അതുണ്ടോ, ഇവിടുന്ന് കാണുന്ന വ്യൂ അത്. ആ കാണുന്നത് ടൗണാണ് കേട്ടോ. ഇത് ആ കാണുന്നത് ടൗണാണ്. പിന്നെ അപ്പുറം ടൗണുണ്ട്. ഗൈസ്, കണ്ണിലേക്കൊക്കെ വെട്ടം അടിക്കുന്നുണ്ടല്ലേ? ഇപ്പൊ കുറച്ച് മുമ്പേ മഴ പെയ്തു. എൻ്റെ ഡ്രസ്സ് ഉണ്ടോ നനഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ മഴ പെയ്തുള്ളൂ, 1 മിനിറ്റ് ആയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലുദിച്ചു. നിൻ്റെ അവിടെ വെള്ളം വീണേ? എനിക്ക് വെള്ളമൊന്നും പ്രത്യേകിച്ച് വീണിട്ടൊന്നുമില്ല. പക്ഷെ ഇതിവിടെ ഫുള്ളും കുറച്ച് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് മഴ പെയ്ത് ഇപ്പൊ തന്നെ നിന്നു മഴ. എപ്പോഴേ വെയിലുദിച്ചു. കണ്ടോ ഗൈസ്? അതേ കാണുന്നു. രക്ഷയില്ല കേട്ടോ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല, ഇത്രക്കും ഭംഗിയുണ്ട്. നല്ല രസമുണ്ട്. ഞങ്ങൾ ഇനി പോവാൻ നിൽക്കുന്നതാ അതേ കാണുന്ന മലയില്. പക്ഷേ പാറ ആ പാറ അവിടെ ഒരു കൊച്ചു പാറയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ വരുമല്ലേ എല്ലാവരും കൂടെ? നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് നമുക്ക് നേരെ താഴത്തേക്ക് പോവാം. ഓക്കെ, ബാ. ഇറങ്ങിക്കോ ഗൈസ്. ഇതൊക്കെ കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറിയതാട്ടോ ഇതിന് മണ്ടയിൽ. ഇതുപോലെ ഭ്രാന്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഗൈസ്? നോക്കി. അത് കണ്ടോ ഗൈസ്, സൺസെറ്റ് ആവാൻ ആയി തുടങ്ങി.
അപ്പോൾ നമ്മൾ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് താഴത്തേക്ക് ഇറങ്ങി. മുകളിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ ഒരു പാറ, അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്ക് ഒരാൾ നടന്നു പോകുന്നത് കണ്ടോ, 2 സൈഡ് പുല്ല്, അതിനകത്ത് കൂടെ നടന്നു പോകുന്നത് നല്ല രസമാണ് കേട്ടോ. ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാഴ്ച തന്നെയാണ് അത്. ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടി ഉള്ളതാണ് കേട്ടോ. നോക്കിക്കോ എൻ്റെ മോനെ. എന്നോട് ഗൈസ് അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഓ നല്ല തണുത്ത കാറ്റ്. മുമ്പിക്ക് പോവാ. ഗൈസ്, ഇതാണ് നമ്മുടെ പാലക്കയം മൊത്തത്തിലുള്ള വിശേഷങ്ങൾ. കണ്ടോ, എന്ത് തണുത്ത കാറ്റും ആ ഒരു ആംബിയൻസും, തൊട്ട് പുറയിലും നമുക്ക് സൺസെറ്റും കാണാൻ സാധിക്കും. ഇതുവരെയും പാലക്കയം തട്ടിൽ വന്നവരും വരാത്തവരും ഉണ്ടെങ്കിൽ ഏത് കാഴ്ചയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.